ഹലോ, എല്ലാവർക്കും ഒരിക്കൽ കൂടി അനുജറോസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് മത്തൻ എരിശ്ശേരിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു മുഴുവൻ മത്തൻ കഴുകി വൃത്തിയാക്കിയത്, തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ വേവിച്ച് വെച്ച ചെറുപയർ വേണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായത് ഒരു മുഴുവൻ കപ്പ് തേങ്ങ, അത് അരപ്പുണ്ടാക്കിയെടുക്കാൻ, 1/4 കപ്പ് തേങ്ങ വറുത്തെടുക്കാനായിട്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി 4 എണ്ണം, 1/2 ടീസ്പൂൺ ജീരകം, വെളുത്തുള്ളി ഒരു 7-8 എടുക്കാം. അത് ചിലർ ഉപയോഗിക്കാറില്ല, പക്ഷെ നമ്മളിവിടെ എടുക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പില, പിന്നെ ആവശ്യമായ പച്ചമുളക്, 3-4 പച്ചമുളക് നമുക്കിതിലേക്ക് അരപ്പുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളക് ചതച്ചിടുന്നുണ്ട്. മുഴുവൻ കുരുമുളക് വേണം നമ്മളിതിലേക്ക് ഉപയോഗിക്കാൻ. ഒരു 1-1.5 ടീസ്പൂൺ നമുക്ക് ഇതിന് വേണ്ടി നമുക്ക് എടുക്കാം. പിന്നെ കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ട കൂട്ടുകൾ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ, കടുക്, ജീരകം, പിന്നെ വറ്റൽമുളക് 3 എണ്ണമാണ് ഇതിലേക്ക് ഇട്ടത്. ഇതെല്ലാം നമ്മൾ മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം, മത്തനകത്ത് ധാരാളം ജലാംശം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. അത് നികയ്ക്ക വെള്ളം, അത് ഒരു നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ മാത്രം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അത്യാവശ്യം ഉപ്പും ചേർത്ത് അതിൽ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കത് വേവിച്ചെടുക്കാം. ഒത്തിരി വേവിൻ്റെ ആവശ്യമില്ല ഇതിന്. ഒരു വിസിലടിച്ചാൽ മതിയാവും, അപ്പം തന്നെ അത് വെന്ത് റെഡി ആയിക്കോളും. ഒരു വിസിലാവുമ്പോൾ തന്നെ അത് ഓഫ് ചെയ്ത് അത് അങ്ങനെ തന്നെ മൂടി വയ്ക്കുക. അത് തുറന്ന് വെക്കേണ്ട ആവശ്യമില്ല, അത് മൂടി വയ്ക്കുക. അപ്പോൾ അവിടെ ഇരുന്നത് കുറച്ചും കൂടെ അത് വെന്തോളും. അപ്പം നമ്മുടെ മത്തൻ നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അരപ്പിന് വേണ്ടി നമ്മൾ 1 കപ്പ് മുഴുവൻ തേങ്ങ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ബ്ലെൻഡറിലേക്ക് മാറ്റുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം, അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ അതിലേക്ക് ഇട്ട് ആദ്യം ഒന്ന് അടിച്ചെടുക്കുക. ആ അരപ്പ് ഒന്ന് കറക്കിയെടുക്കുക. 1/4 ടീസ്പൂൺ ജീരകമാണ്, ഇച്ചിരി കറിവേപ്പില, 7-8 ചുവന്നുള്ളി, 4 വെളുത്തുള്ളി. ഇനി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വേണ്ടവർക്ക് ആ സമയത്ത് ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ അരച്ചെടുക്കാം, കറക്കിയെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇട്ട് അരച്ചെടുത്താലും മതിയാകും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും കൂടെ നമ്മൾ ഇട്ട് കൊടുത്ത് നമ്മൾ അരപ്പ് കംപ്ലീറ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മത്തൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, നമുക്ക് കുറച്ച് കഴിഞ്ഞ് നമുക്കത് എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ നമ്മൾ മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മൂപ്പിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കും. കുറച്ചധികം വെളിച്ചെണ്ണ ഇതിലേക്ക് ആവശ്യമാണ്, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ഉപയോഗിക്കുക. ആദ്യം ചട്ടി ചൂടായി വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കടുകും ജീരകവും ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ കടുകാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ ജീരകവും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ വറ്റൽമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ചെറുതായിട്ട് ഒടിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം മൂപ്പിക്കാനായിട്ട്. ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി മൊത്തം നമ്മുടെ കൂട്ടുകളെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കടുകും ജീരകവും കറിവേപ്പിലയും എല്ലാം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 1/4 കപ്പ് തേങ്ങ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടുകളെല്ലാം നമുക്ക് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. വറുത്തരച്ച് നമ്മൾ കറികളൊക്കെ വെക്കുമ്പോൾ അടുക്കി പിടിക്കാൻ നമ്മൾ നോക്കുകയും അതുപോലെ കരിഞ്ഞ് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിർത്താതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതൊരു തേങ്ങ ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് കൂട്ടെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മൂപ്പിച്ചെടുത്ത കൂട്ടുകളെല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. മത്തനും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മിശ്രിതങ്ങളെല്ലാം 1 by 1 ഒന്നൊന്നായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ മത്തൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം നിൽക്ക് നിങ്ങൾക്ക് കാണാം. ഈ മൂപ്പിച്ചെടുത്ത കൂട്ടുകളിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആദ്യമായിട്ട്. അപ്പോൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിശ്രിതങ്ങളെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന മത്തൻ ഇട്ട് കൊടുക്കാം.
മത്തനും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വേവിച്ച ചെറുപയറും ഇട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 5 സെക്കൻഡ് മൂടി വയ്ക്കുക. മൂടി വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മിശ്രിതങ്ങളെല്ലാം തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് നല്ല രീതിയിലാക്കി അങ്ങ് എടുക്കുക. അപ്പോൾ നമ്മുടെ മത്തൻ എരിശ്ശേരി, അടിപൊളി മത്തൻ എരിശ്ശേരി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് താളിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി മത്തൻ എരിശ്ശേരി, നല്ല ഗുണമുള്ള നല്ല പോഷകങ്ങൾ നിറഞ്ഞ മത്തൻ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ചെറുപയറുണ്ട്. മത്തൻ എന്ന് പറഞ്ഞാൽ വളരെയധികം പോഷക ഗുണങ്ങൾ നിറഞ്ഞതാണ്. കണ്ണിൻ്റെ കാഴ്ചയ്ക്കും എല്ലാം വളരെ നല്ലതാണ്. നമ്മുടെ സ്വാദിഷ്ടമായ മത്തൻ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക, ഇത് ലൈക്ക് ചെയ്യുക.